ഗുഡ് ഈവനിങ് ടു ഓൾ. കോലഞ്ചേരി സെൻറ് പീറ്റേഴ്സ് ട്രെയിനിങ് കോളേജിൻ്റെ കീഴിലുള്ള മാത്തമാറ്റിക്സ് ക്ലബിൻ്റെയും HSS കൂത്താട്ടുകുളം നാഷണൽ സർവീസ് സ്കീമിൻ്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന ആൻറ്റി പ്ലാസ്റ്റിക് ക്യാമ്പയിനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ആരതി, കോലഞ്ചേരി സെൻറ് പീറ്റേഴ്സ് ട്രെയിനിങ് കോളേജിലെ വിദ്യാർത്ഥിനിയാണ്. സോ നമുക്ക് ഫസ്റ്റ് എന്താണ് ആൻറ്റി പ്ലാസ്റ്റിക് ക്യാമ്പയിൻ, അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. അതായത് ദ ക്യാമ്പയിൻ വിച്ച് ഈസ് ഓർഗനൈസ്ഡ് ടു ക്രിയേറ്റ് അവയർനെസ് എമംഗ് ദ പബ്ലിക് അബൌട്ട് ദ അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് പ്ലാസ്റ്റിക് യൂസേജ് ആൻഡ് ടു മേക്ക് തിങ്ക് ദം അബൌട്ട് സ്റ്റോപ്പിംഗ് ഓഫ് ഇറ്റ്സ് യൂസേജ് ഇസ് കോൾഡ് ആൻ ആൻറ്റി പ്ലാസ്റ്റിക് ക്യാമ്പയിൻ. അതായത് നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു ലോകത്തിൽ പ്ലാസ്റ്റിക് ഇല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത് അസാധ്യമാണ്. കാരണം അത്രയേറെ കാര്യങ്ങളിൽ നമ്മൾ പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് വീട്ടിലത്തെ കാര്യങ്ങളായാലും ജോലിപരമായിട്ടാണെങ്കിലും അങ്ങനെ കുറേ കൺസ്ട്രക്ഷൻസിലൊക്കെ പ്ലാസ്റ്റിക് ആവശ്യമുണ്ട് നമുക്ക്. പക്ഷേ അതിന് ധാരാളം അഡ്വേഴ്സ് എഫക്റ്റും ഉണ്ട്. അപ്പോൾ ആ അഡ്വേഴ്സ്, അതായത് എൻവയോൺമെൻറ്റിനും അതുപോലെ തന്നെ ഹ്യൂമൻ ലൈഫിനും അനിമൽ ലൈഫിനൊക്കെ അത് ധാരാളമായിട്ട് നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ഉണ്ട് ഈ പ്ലാസ്റ്റിക്കിന്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സാധാരണ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ യൂസേജ് കുറയ്ക്കുക എന്നതാണ് ഈ ആൻറ്റി പ്ലാസ്റ്റിക് ക്യാമ്പയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഈ ആൻറ്റി പ്ലാസ്റ്റിക് ക്യാമ്പയിൻ്റെ പർപ്പസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എഡ്യൂക്കേറ്റ് പബ്ലിക് അബൌട്ട് ദ അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് പ്ലാസ്റ്റിക് ഓൺ ദ എൻവയോൺമെൻറ്റ്. അതായത് പബ്ലിക്കിന്, അതായത് പ്ലാസ്റ്റിക്കിന് കുറേ അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പബ്ലിക്കിനെ പറഞ്ഞ് മനസ്സിലാക്കി അവബോധം നൽകണം നമ്മൾ ആദ്യം. അപ്പോൾ അതാണ് ആദ്യത്തെ ഒരു പർപ്പസ്. പിന്നെ ഇൻഫോം പബ്ലിക് വിത്ത് ദ മോസ്റ്റ് അപ്ഡേറ്റഡ് ഇൻഫർമേഷൻ അബൌട്ട് ദ ആൻറ്റി പ്ലാസ്റ്റിക് ഇഷ്യൂസ്. അതായത് ധാരാളം റെലവൻ്റ് ആയിട്ടുള്ള ധാരാളം ഇഷ്യൂസ് ഉണ്ട് ഈ പ്ലാസ്റ്റിക് പൊല്യൂഷൻ അങ്ങനെ പറഞ്ഞിട്ട് ധാരാളം ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റഡ് ഇൻഫർമേഷൻസ് ജനങ്ങളിലേക്ക് എപ്പോഴും എത്തിച്ചു കൊടുക്കണം. പിന്നെ ഷോർട്ട് ടേം ഗോൾ ഇസ് ടു റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ ബട്ട് ഇൻ ദ ലോങ് റൺ ഹോപ്പ് ടു അച്ചീവ് എ സീറോ വേസ്റ്റ് പോളിസി. അപ്പോൾ നമുക്ക് ഒരു കാര്യവും അത്ര പെട്ടെന്ന് അതിൻ്റെ 100% പെർഫെക്ഷനിൽ നമുക്ക് എത്തിക്കാൻ പറ്റാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കണം. അതായത് റെഡ്യൂസ് ചെയ്യണം, റീയൂസ്, റീസൈക്കിൾ, അങ്ങനെ ഒരു സൈക്കിള് പിന്തുടർന്നിട്ട് എന്നിട്ട് ലോങ് ടേം ഹോപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സീറോ വേസ്റ്റ് പോളിസി നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മൾ ആദ്യം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് പ്ലാസ്റ്റിക് ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടം വരാൻ നമുക്ക് സാധിക്കുന്നു. ഇനി നമുക്ക് പ്ലാസ്റ്റിക് എന്താണെന്ന് നോക്കാം. അതായത് പ്ലാസ്റ്റിക്കിൻ്റെ എറ്റിമോളജിക്കൽ മീനിങ് എന്താണെന്ന് നോക്കാം. അതായത് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡായിട്ടുള്ള പ്ലാസ്റ്റിക്കോസ് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് വന്നത്. ഈ പ്ലാസ്റ്റിക്കോസ് എന്ന് പറഞ്ഞാൽ കേപ്പബിൾ ഓഫ് ബീങ് ഷേപ്ഡ് ഓർ മോൾഡഡ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതായത് മോൾഡഡ്, അതായത് എങ്ങനെ വേണമെങ്കിലും ഷേപ്പ് ചെയ്യാം, ഏത് വിധത്തിൽ വേണമെങ്കിലും മോൾഡും ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വാക്കിൽ തന്നെ ഉണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു യൂസേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് എറ്റിമോളജിക്കൽ മീനിങ്, അതാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക്കോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് വന്നത്. ഇനി പ്ലാസ്റ്റിക്കിൻ്റെ ഹിസ്റ്ററി നോക്കാം. അതായത് ഈ പ്ലാസ്റ്റിക് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് അലക്സാണ്ടർ പാർക്സ് എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞനാണ്. അതായത് ദ ഫസ്റ്റ് മാൻ മെയ്ഡ് പ്ലാസ്റ്റിക് വാസ് ക്രിയേറ്റഡ് ബൈ അലക്സാണ്ടർ പാർക്സ് who publicly demonstrated it in 1862 Great International Exhibition in London. അതായത് ഗ്രേറ്റ് ഇൻ്റർനാഷണൽ എക്സിബിഷൻ, ലണ്ടനിലെ ഒരു എക്സിബിഷനിലാണ് അദ്ദേഹം ഇത് ആദ്യമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് കടക്കുകയാണെങ്കിൽ, അതായത് ലോകത്തെ ആദ്യത്തെ പ്ലാസ്റ്റിക് ഉണ്ടാക്കിയത് പ്രകൃതി തന്നെയാണ്. അതായത് മറ്റേ ഗ്യാസ്, മിനറൽസ്, പ്ലാന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പ്രകൃതി തന്നെ ആയിട്ട് ആദ്യം പ്ലാസ്റ്റിക് ഉണ്ടാക്കി. പക്ഷേ നമ്മൾ മാൻമെയ്ഡ് പ്ലാസ്റ്റിക്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഈ അലക്സാണ്ടർ പാർക്സ് തന്നെയാണ് ആദ്യത്തെ മാൻമെയ്ഡ് പ്ലാസ്റ്റിക് ഉണ്ടാക്കിയത്. നമ്മൾ പറഞ്ഞത് ആ ഇൻ്റർനാഷണൽ എക്സിബിഷനിലാണ്, ലണ്ടനിലെ ഇൻ്റർനാഷണൽ എക്സിബിഷനിലാണ് അദ്ദേഹം അത് ആദ്യമായിട്ട് പ്രദർശിപ്പിച്ചത്. അദ്ദേഹം ഉണ്ടാക്കിയ ആദ്യത്തെ ആ പ്ലാസ്റ്റിക്കിൻ്റെ പേര് എന്ന് പറയുന്നത് പാർക്കസൈൻ എന്നായിരുന്നു അതിൻ്റെ പേര്. അതായത് അലക്സാണ്ടർ പാർക്സ് തന്നെ വാട്ടർ പ്രൂഫിങ്ങിന് വേണ്ടിയിട്ട് ഒരു സിന്തറ്റിക് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഐവറി ഹോൺ എന്ന് പറയുന്ന 2 സബ്സ്റ്റൻസ് കണ്ടുപിടിച്ചു. അതിൻ്റെ ഓൾട്ടർനേറ്റീവായിട്ടാണ് ഈ പാർക്കസൈൻ എന്ന് പറയുന്ന പ്ലാസ്റ്റിക് ഡെവലപ്പ് ചെയ്തത്. പക്ഷെ അത് കൊമേഴ്ഷ്യലി അത്രയ്ക്ക് സക്സസ് ആയില്ല. എന്നാലും
മാൻമെയ്ഡ് പ്ലാസ്റ്റിക് ആദ്യം ഉണ്ടാക്കിയല്ലോ ഇദ്ദേഹം. അപ്പോൾ മാൻമെയ്ഡ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ആദ്യ പടിയായിട്ട് ഈ പാർക്കിസൈന് തന്നെയാണ് സ്ഥാനം. പിന്നീട് ജോൺ വെസ്ലി ഹ്യാട്ട് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ വേറൊരു, അതായത് ഇംപ്രൂവ്ഡ് വെർഷൻ ഓഫ് പാർക്കിസൈൻ കണ്ടുപിടിച്ചു. അതിൻ്റെ പേര് സെല്ലുലോയിഡ് എന്നാണ്. ഈ പാർക്കിസൈൻ എന്ന് പറയുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. മറ്റേതൊക്കെ സിന്തറ്റിക് കമ്പോണൻസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. പിന്നീട് ഡോക്ടർ ലിയോ ബേക്ക്ലാൻഡ് ലോകത്തിലത്തെ തന്നെ ആദ്യത്തെ സിന്തറ്റിക് പ്ലാസ്റ്റിക് ആയിട്ടുള്ള ബേക്ക്ലൈറ്റ് ഇൻവെൻറ്റ് ചെയ്തു. ഇതാണ് മോഡേൺ പ്ലാസ്റ്റിക് ഇൻഡസ്ട്രിയുടെ ഒരു തുടക്കം. ഇനി പിന്നെ 1920, അതായത് ഈ അടുത്ത് ആയിട്ട് സയൻറ്റിസ്റ്റായ ഹെർമാൻ സ്റ്റോഡിഞ്ചർ ആണ് ഇന്നറിയപ്പെടുന്ന പോളിമറിൻ്റെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഒരു ചെറിയ ഹിസ്റ്ററി പ്ലാസ്റ്റിക്കിൻ്റെത്. ഇനി നമുക്ക് എന്താണ് പ്ലാസ്റ്റിക്, അത് എവിടെ നിന്നാണ് വരുന്നത്, വാട്ട് ഈസ് പ്ലാസ്റ്റിക് ആൻഡ് വേർ ഡസ് ഇറ്റ് കം ഫ്രം എന്ന് നോക്കാം. അതായത് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് ഒരു സിന്തറ്റിക് മെറ്റീരിയലാണ്. അതായത് വൈഡ് റേഞ്ച് ഓഫ് ഓർഗാനിക് പോളിമേഴ്സ് ആയിട്ടുള്ള പോളിയെത്തിലീൻ, PVC, നൈലോൺ അങ്ങനെ തുടങ്ങിയ കോമ്പൗണ്ട്സിൽ നിന്നാണ് ഈ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നത്. ഇതിനെ ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും നമുക്ക് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടെക്സ്ചറാണ് പ്ലാസ്റ്റിക്കിന് ഉണ്ടാവുന്നത്. അതായത് ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന് ഇങ്ങനെ ഒരു സോഫ്റ്റ് ടെക്സ്ചർ ആയിരിക്കും. പിന്നീട് നമുക്ക് അതിനെ റിജിഡോ അല്ലെങ്കിൽ ഫ്ലെക്സിബിളോ ആയിട്ടുള്ള ഫോമിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നു. ഇനി അതായത് പ്ലാസ്റ്റിക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചെറിയൊരു ബ്രീഫായിട്ട് ഞാൻ പറയാം. അതായത് നാച്ചുറൽ ഗ്യാസ്, ഓയിൽ പ്ലാന്റ്സ്, പിന്നെ കോള്, ഇതിനെയൊക്കെ ആദ്യം ഈഥെയിൻ, പ്രൊപ്പെയിൻ അങ്ങനെയുള്ള കോമ്പൗണ്ടിലേക്കായിട്ട് റിഫൈൻ ചെയ്തെടുക്കുന്നു. എന്നിട്ട് ഇതിനെ ഹീറ്റുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് എത്തിലീൻ, പ്രൊപ്പിലീൻ അങ്ങനെയുള്ള കോമ്പൗണ്ട്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ഈ പ്രോസസ്സിനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന, ഹീറ്റുമായിട്ട് ട്രീറ്റ് ചെയ്ത് എത്തിലീൻ, പ്രൊപ്പിലീൻ ആക്കുന്ന പ്രോസസ്സിനെ ക്രാക്കിംഗ് എന്നാണ് പറയുക. ഇതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിമേഴ്സ് കിട്ടും. ഈ പോളിമേഴ്സിൽ നിന്നാണ് നമ്മൾ പലതരത്തിലുള്ള പ്ലാസ്റ്റിക്കിനെ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്. ഈ പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ ലോങ് ഫ്ലെക്സിബിൾ ചെയിൻസ് ആണ്. അപ്പോൾ അതിന് നമുക്ക് അതുകൊണ്ടാണ് അതിനെ എങ്ങനെ വേണമെങ്കിലും ഫ്ലെക്സിബിളായിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽ കമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് കെമിക്കൽസ് ഇൻ പ്ലാസ്റ്റിക്: ഫ്താലേറ്റ്, പോളികാർബണേറ്റ്, പോളിയാക്റ്റിക് ആസിഡ്, പോളിപ്രൊപ്പിലീൻ, DEHP, BPA. ഇത്രയാണ് നോർമൽ രീതിയിലുള്ള, അതായത് സാധാരണഗതിയിലുള്ള കെമിക്കൽസ് പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിരിക്കുന്നത്. ഇനി ഹാംഫുൾ കെമിക്കൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്സി ബെൻസോൺ, ഫ്ലൂറോയിഡ്, പാരാബെൻസ്, ബൂട്ടിലേറ്റഡ്, ഹൈഡ്രോക്സി അനിസോള്, പെർഫ്ലൂറോ ഒക്ടാനോയിക് ആസിഡ്, പെർക്ലോറേറ്റ്, കാബ്രോ മോഡിഫിനൈൽ ഈഥർ, ആസ്ബെസ്റ്റോസ്. ഇത്രയാണ് പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതായത് ഈ ഹാംഫുൾ കെമിക്കൽസ് എന്ന് പറഞ്ഞ് നമ്മൾ പരിചയപ്പെട്ടില്ലേ ഈ 8 കെമിക്കൽസിന്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ആണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ആദ്യത്തേത് ഓക്സി ബെൻസോൺ ആണ്. അതെന്ന് പറയുന്നത് ഇതിന് ധാരാളം സൈഡ് എഫക്ട്സ് ഉണ്ട്. ഐ ഇറിറ്റൻ്റ് ആണ്. ഇത് മൊത്തത്തിലൊരു അലർജിക് ആയിട്ടുള്ള അസുഖങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതായത് സ്കിൻ അലർജീസ്, പിന്നെ ഹ്യൂമനിൽ ഹോർമോൺ ഡിസ്റപ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിനെയൊക്കെ ഇത് ബാധിക്കുന്നു. പിന്നെ ഫ്ലൂറൈഡാണ്. ഫ്ലൂറൈഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഓവറായിട്ടുള്ള ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് ഡെത്ത് വരെ ഉണ്ടാക്കാം. അഡൾട്ടിൽ 2 ഗ്രാം മതി ഇത് അഫക്റ്റ് ചെയ്യാനായിട്ട്. ചിൽഡ്രനിലാണെങ്കിൽ 16 mg/kg ആണ് എടുക്കുന്നത്. ഇനി അടുത്തത് പാരാബെൻ ആണ്. പാരാബെൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ഹോർമോൺ ഫങ്ഷൻസിനെയൊക്കെ ഡിസ്റപ്റ്റ് ചെയ്യുന്നു. പിന്നെ ബ്രസ്റ്റ് ക്യാൻസറും പിന്നെ അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ടോക്സിസിറ്റി ഒക്കെ ഉണ്ടാക്കുന്നു. ഇനി അടുത്തത് BHA. ഇതിൻ്റെ ലോങ് ടേം എക്സ്പോഷർ ഈ റാറ്റ്സിലൊക്കെ ലിവർ, തൈറോയിഡ് ആൻഡ് കിഡ്നി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കുന്നു. ഇത് ലങ് ഫങ്ഷനായിട്ടാണ് മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. ഇനി PFOA, അതായത് ഇത് പലതരത്തിലുള്ള ക്യാൻസറാണ് ഉണ്ടാക്കുന്നത്. അതായത് ടെസ്റ്റിക്കുലർ ആൻഡ് കിഡ്നി ക്യാൻസറൊക്കെ ഉണ്ടാക്കുന്നു. ഇനി അടുത്തത് പെർക്ലോറേറ്റിൻ്റെ മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് തൈറോയിഡ് ഡിസ്റപ്ഷനാണ്. അതായത് തൈറോയിഡ് ഫങ്ഷൻസിലൊക്കെ ഇത് കയറി ഡിസ്റപ്റ്റ് ചെയ്യുന്നു. പിന്നെ അടുത്തത് ഡീകാബ്രോ
മോഡി ഫിനൈൽ ഈഥറാണ്, അതായത് DECA. ഇതും അതുപോലെ തന്നെ തൈറോയിഡ് ഹോർമോണിനെ ഡിസറപ്റ്റ് ചെയ്യുന്നു. ന്യൂറോ ബിഹേവിയറൽ ടോക്സിസിറ്റി ആൻഡ് ക്യാൻസർ ഒക്കെയാണ് ഇതുണ്ടാക്കുന്നത്. പിന്നെ ആസ്ബസ്റ്റോസ് എന്ന് പറഞ്ഞാൽ ഇത് മെയിനായിട്ട് ലങ്സിനെയാണ് ബാധിക്കുന്നത്. ഇതിൻ്റെ ഇൻഹേലേഷൻ വഴി സീരിയസ് ലങ് കണ്ടീഷൻസും ലങ് ക്യാൻസറൊക്കെ ഉണ്ടാകാനായിട്ട് കാരണമാകുന്നു. ഇനി നമുക്ക് പ്ലാസ്റ്റിക്സിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഹൈലി ഫ്ലെക്സിബിൾ, ഇൻഎക്സ്പെൻസീവ്, ഡ്യൂറബിൾ, ലൈറ്റ് വെയ്റ്റ്, ഫാസ്റ്റ് മാനുഫാക്ചറിങ്. ഇത് ഹൈലി ഫ്ലെക്സിബിൾ ആണ്. കാരണം ഇപ്പോൾ ആക്രിലിക് ഷീറ്റ്, അതായത് സ്പെഷ്യാലിറ്റി ആക്രിലിക് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് പ്ലാസ്റ്റിക് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. പിന്നെ ഇൻഎക്സ്പെൻസീവ് ആണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയണതുപോലെ തന്നെ ഇൻഎക്സ്പെൻസീവ് ആണ്. പിന്നെ ഡ്യൂറബിൾ, അതായത് വാട്ടർ, എയർ അങ്ങനെയുള്ള പിന്നെ വേറെ കെമിക്കൽ കോമ്പൗണ്ട്സുമായിട്ട് ഇത് റിയാക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ കുറേ നാളിത് ഇതിന് ഡ്യൂറബിലിറ്റി ഉണ്ട്. പിന്നെ ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ ഫാസ്റ്റ് മാനുഫാക്ചറിങ് ആണ്. ഇതിൻ്റെ മാനുഫാക്ചറിങ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ. ഇനി ഇതിൻ്റെ കുറച്ച് യൂസസ് ആണ്. ഈസിലി മോൾഡബിൾ, കീപ് ഫുഡ് സേഫ് ആൻഡ് ഫ്രഷ്, ഇലക്ട്രോണിക് ഫീൽഡ്, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി, പ്രൊഡക്ഷൻ ഓഫ് ടോയ്സ്, ഇലക്ട്രിക്കൽ സ്വിച്ചസ് ആൻഡ് അതർ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ്, നോൺ ടീച്ചിങ് വിത്ത് എയർ ആൻഡ് വാട്ടർ, പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഈസിലി മോൾഡബിൾ ആണ്. അതായത് നമ്മൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ടൈമിൽ തന്നെ നമ്മൾ പറഞ്ഞു ഇത് അതായത് നീളമുള്ള ചെയിൻ രൂപത്തിലാണ് വരിക, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചെയിൻ രൂപത്തിലാണ് ഇത് വരിക. അപ്പോൾ തന്നെ നമുക്ക് അതായത് സോഫ്റ്റ് ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഷേപ്പ് ചെയ്ത് മോൾഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെ ഇത് റിജിഡ് ആവും ഓട്ടോമാറ്റിക്കലി. പിന്നെ ഇത് കീപ്സ് ഫുഡ് സേഫ് ആൻഡ് ഫ്രഷ്, അതായത് വേറെ എയറും വാട്ടറും അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടൊന്നും കോണ്ടാക്റ്റ് ഇല്ലാത്തത് കൊണ്ട്, റിയാക്ട് ചെയ്യാത്തത് കൊണ്ട് അതിനെയൊക്കെ സേഫും ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കുന്നു. പിന്നെ ഇലക്ട്രോണിക് ഫീൽഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു ഇൻസുലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. മെയിനായിട്ട് ഇലക്ട്രോണിക് ഫീൽഡിൽ ഉപയോഗിക്കുന്നത് ഇൻസുലേറ്റർ ആയിട്ടാണ്. പിന്നെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി, പലതരം കാര്യങ്ങൾ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്, അതായത് ഇപ്പോൾ സ്ട്രോങ്ങും ലൈറ്റ് വെയ്റ്റും ആയതുകൊണ്ട് വിൻഡോസ്, ഡോർസ്, പിന്നെ പൈപ്പ്സ്, ഫ്ലോർ കവറിങ് അതൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെ പ്രൊഡക്ഷൻ ഓഫ് ടോയ്സ്, ഇലക്ട്രിക്കൽ സ്വിച്ചസ് ആൻഡ് അതർ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ് ഇതൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നു. പിന്നെ നോൺ റിയാക്റ്റീവ് വിത്ത് എയർ ആൻഡ് വാട്ടർ, പിന്നെ പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഇത്രയൊക്കെയാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആൻറ്റി പ്ലാസ്റ്റിക് ക്യാമ്പയിൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ആൻറ്റി പ്ലാസ്റ്റിക് ക്യാമ്പയിൻ എന്താണെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ പർപ്പസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അതായത് പബ്ലിക്കിന് അവയർനെസ് കൊടുക്കണം. പിന്നെ നമ്മുടെ ലോങ് ടേം ഗോൾ എന്ന് പറയുന്നത് സീറോ വേസ്റ്റ് പോളിസിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ ആണ്. പിന്നെ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ എത്തിമോളജിക്കൽ മീനിങ് എന്താണെന്ന് പറഞ്ഞു. അതായത് ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന വേർഡ് വന്നത് പ്ലാസ്റ്റിക്കോസ് എന്ന് പറയുന്നൊരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കേപ്പബിൾ ഓഫ് ബീങ് ഷേപ്ഡ് ഓർ മോൾഡഡ് ആണ്. പിന്നെ നമ്മൾ ഹിസ്റ്ററി കണ്ടു. അതായത് ഈ ഫസ്റ്റ് മാൻമെയ്ഡ് പ്ലാസ്റ്റിക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അലക്സാണ്ടർ പാക്സ് ആണ് 1862. പിന്നെ നമ്മൾ എന്താണ് പ്ലാസ്റ്റിക്, അത് എങ്ങനെയാണ്, എവിടെ നിന്നാണ് വന്നത്, പിന്നെ അതിൻ്റെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ധാരാളം കെമിക്കൽസ്, പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. അതായത് പിന്നെ അതിനകത്തെ ഹാംഫുൾ കെമിക്കൽസ് ഏതൊക്കെയാണെന്നും പറഞ്ഞു. അത് മെയിനായിട്ടും ക്യാൻസർ, തൈറോയ്ഡ് ഇഷ്യൂസ്, ഹോർമോണൽ ചേഞ്ചസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഹാംഫുൾ കെമിക്കൽസ് നമ്മുടെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ ധാരാളം അഡ്വാൻറ്റേജസ് ഉണ്ട് പ്ലാസ്റ്റിക്കിന്. ഈ അഡ്വാൻറ്റേജസ് ധാരാളം ഉള്ള പോലെ തന്നെ അതിന് ആഫ്റ്റർ എഫക്ട്സും ഉണ്ട്. അതായത് ഹൈലി ഫ്ലെക്സിബിൾ ആണ്, ഇൻഎക്സ്പെൻസീവ് ആണ്, ഡ്യൂറബിൾ ആണ്, പിന്നെ ലൈറ്റ് വെയ്റ്റ്, മാനുഫാക്ചറിങ്, ഫാസ്റ്റ് മാനുഫാക്ചറിങ് അതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. പിന്നെ യൂസസ് നമ്മൾ കണ്ടു. എങ്ങനെ വേണമെങ്കിലും മോൾഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇലക്ട്രോണിക് ഫീൽഡിൽ ഉപയോഗിക്കുന്നു. പിന്നെ പുവർ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഈ സെഷനിലുള്ളത്. അടുത്തത് എഫക്റ്റ് ഓഫ് പ്ലാസ്റ്റിക് ഓൺ എൻവയോൺമെൻറ്റ് എന്നുള്ളതാണ്. അത് ഡിസ്കസ് ചെയ്യുന്നത് അമൃതയാണ്. താങ്ക് യു.
A warm wishes to one and all, respected and my beloved ones. I am Amrita Menon from St. Peter's Training College, Pondicherry. I am here to share some ideas about plastic and its effects on environment. So far, we have seen about what is plastic and how it is formed. So now moving on to effects of plastic on environment. First point, it is non-biodegradable. We all know non-biodegradable materials are those which does not decompose through natural process such as action of bacteria or other factors like heat, light, etc. In the first session, we have learned that plastic is made from crude oil and it is a synthetic polymer and hence it emits significant amount of pollution. And we know it is non-biodegradable material. They enter the biochemical cycles very slowly. They remain on earth for thousands of years without any degradation or decomposition. Thus, threat caused is very dangerous. Not disposed properly, these cause pollution. It can block drains and even harm animals. Long-term exposure to air, water and sunlight can cause release of highly toxic pollutants that leach into water supplies. Water supplies means it can be oceans, rivers, seas, etc. Over time, these oxidize and give out poisonous copper salt that can pollute the land and can even enter the food chain. Next is combustion of plastic. Combustion of plastic means heating or burning of plastic. Burning of plastic releases toxic gases like dioxin, furans, mercury, and polychlorinated biphenyls into the atmosphere. Burning plastic also releases black carbon or soot, which contributes to climate change and air pollution. Toxic gases emitted during burning can also cause cancer, asthma, and other diseases. So, burning of plastic is very dangerous. Next is pollution. Pollution in the sense it can cause all types of pollution, land, water and air. As plastics are non-biodegradable, they get dumped and accumulated here and there, causing land pollution. This can cause many health hazards, like it can have infectious diseases. It can cause infectious diseases like malaria, chikungunya, etc. The poisonous copper salt emitted over time pollute the land and may even enter the food chain. And these toxic pollutants in plastic can also move on to the waters or seas or rivers and can also affect the groundwater. And after drinking this water, can again enter the animals or birds or even humans, which is very toxic and which is very dangerous for the human life. Constant exposure of plastic to heat can result in the emission of gases into the atmosphere.
This process is known as outgassing. Enumerating plastic causes toxic fumes to be released into the atmosphere. That is, burning of plastic can cause toxic gases to get onto the atmosphere, and after inhaling this air, it can cause diseases like tuberculosis, asthma, and other forms of respiratory tract diseases. Next, impact on climate change. We have already discussed plastic is originated from fossil fuels. Due to the energy intensive process required to extract and production of plastic generates enormous amounts of greenhouse gas emissions. We know greenhouse gas includes carbon dioxide, carbon monoxide, sulfur dioxide, etc. If plastic production stays on its current trajectory, by 2030, greenhouse gas emission from plastic could reach 1.34 billion per year. This makes difficult to keep global temperature rise below 1.5 degrees Celsius. Plastic combustion or open burning is often common waste treatment practice in South Asia. Amount of waste burned in India and Nepal combined accounts for 8.4% of waste burned globally. This leads to the production of black carbon, a serious air pollutant, and is responsible for half of the visible smog in cities like New Delhi. We know New Delhi is in very critical condition because of the smog. The smog is mainly caused by the combustion or burning of waste. Now, global warming potential of black carbon is up to 5,000 times greater than that of CO2. So, we can say that more than CO2. This black carbon is very dangerous and can cause very serious climate problems. Next is impact on marine ecosystems. Every year, almost 10 million metric tons of plastic wind up in the ocean, where it is consumed by marine animals. Plastic waste is found on beaches in even the most remote places on earth. Most visible impacts are indigestion, suffocation, and entanglement of marine species. Marine wildlife such as seabirds, whales, fish, and turtles mistake plastic waste for prey, and most of them die due to starvation because their stomach is all filled with this plastic. Plastic in the water break down into microplastic and nanoplastic, and this contribute to climate change both by direct greenhouse gas emission and indirectly by affecting the ocean organisms. The ocean absorbs the carbon dioxide from the atmosphere and thus reduce the amount of warming emissions. Phytoplanktons in the ocean, and they play an essential role in this process. They take in carbon dioxide from the atmosphere and store in the ocean via photosynthesis. That is, during this photosynthesis process, this phytoplanktons take in carbon dioxide and give out oxygen, and they store this carbon dioxide in the ocean surface. But when these microplastics get accumulated in the ocean, they attach into these phytoplanktons and directly affect the carbon dioxide absorption.
This can cause increase in the carbon dioxide in the atmosphere and can lead to global warming. Plastic is harmful to animals. Animals eat plastic every day. Turtles mistake plastic bags for food. Whales are found with plastic in the stomach. 50% of sea turtles eat plastic. 50 to 80% dead sea turtles found have plastic inside them. Vulnerable sperm whales are species most commonly found killed by plastic debris. At least 1 million fish are killed this way each year. 2/3 of all seabirds are affected. Several coral species have been observed starving as it dies. The coral species have been starving because their digestive system have been blocked by these microplastics. Many land mammals like buck-billed platypus, deers, camels, elephants, etc. are also affected. Grazing and scavenging animals such as cows, seagulls, dogs, etc. They regularly eat plastic that has been contaminated with the human food. There is no quick death when it comes to plastic, but jagged plastic can get stuck in the throats, causing them to suffocate or prevent them from regulating to feed their chicks. This plastic can accumulate in animals' stomach, making them feel full, stopping them from eating and resulting in starvation. Impacts on food chain. Plastic debris undergoes weathering and is breaking down into smaller parts, which may be indigested by invertebrates and fish. Predation of these organisms can result in microplastics infiltrating the entire food web, potentially affecting birds, marine mammals, and also humans. These toxins are carcinogenic that can cause severe harm to the metabolism of living organisms. Their consumption can even become fatal for a large number of species, including Homo sapiens. Absorption of microplastics in gastrointestinal tract is relatively low, but nanoplastics are more readily absorbed and may accumulate in brain and other tissues in aquatic species and other animals. Its toxicity could affect the central nervous system and reproductive system. Effects on human life. Microplastics entering the human body via direct exposures through ingestion or inhalation can lead to an array of health impacts, including inflammation, genotoxicity, etc. This can cause cancer, cardiovascular diseases, inflammatory diseases, diabetes, chronic inflammation, and even stroke. Burning of plastic waste increase the risk of heart disease, asthma, and cause rashes, nausea, or headaches and damage the nervous system. Chemicals used in production of plastic are toxic. Chemicals in plastic like lead, cadmium, and mercury directly come in contact with humans. These toxic can cause cancers, congenital disabilities, immune system problems, and childhood development issues. Other toxins like BPA or health bisphenol A
are found in plastic bottles and food packaging systems. When this chain of BPA break down and enter the human body, it can lead to decrease in the thyroid hormone receptor. Next effect is impact on tourism. We know many countries over the world has tourism as its major revenue output. Plastic pollution has adverse impact in terms of lost tourism revenue. In the World Economic Forum's Travel and Tourism Competitiveness Report 2017, it is noted that degradation of natural environment was having a serious effect on tourism sector. Tourism makes up to 12% of global GDP and staggering 1 out of 10 jobs in worldwide. 80% of all tourism is related to coastal regions. Plastic pollution in the ocean contributes to devaluation of waterfront properties and reduction in visitors and beachgoers. Plastic carry bag, a major cause of concern. Plastic has replaced the traditional material as packing and carry bags because of its slow cost of production, lightweight, strength, availability, etc. We all have used these plastic bags for our convenience without knowing the adverse effects of plastic in our environment. The throwaway culture results in these bags finding the way into the city drainage system, the resulting blockage creating unhygienic environment resulting in health hazard and spreading of waterborne diseases like malaria, chikungunya, etc. People usually throw away these plastic bags after use. Sometimes this can even create problems to the environment like blocking of drainage system, creating an unhygienic environment resulting in infectious diseases like malaria, etc. It also reduces the rate of rainwater percolating, that is rainwater harvesting rate reduces. Soil fertility deteriorates as plastic bags from part of manure remains in the soil for years. That is, fertility of the soil decreases. As a result, it causes a decrease in agriculture outputs leading to damage in agriculture sector. So these are all the effects of plastic on environment. Without knowing these effects, we are also a part of causing plastic pollution to our environment. And now let's discuss about the recycling process of plastic. For this, I introduce Babita Balakrishnan of our college for the same.
Good evening to all. Myself Babida. I'm a B.Ed student in St. Peter's Training College, കോലഞ്ചേരി. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പ്ലാസ്റ്റിക് എന്താണെന്നും അതിൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ എത്തിമോളജിക്കൽ മീനിങ്, അതുപോലെ യൂസസ്, അഡ്വാൻറ്റേജസ് അതൊക്കെ ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് എൻവയോൺമെൻറ്റിനെ എങ്ങനെ ബാധിക്കുന്നു, അതുപോലെ ഹ്യൂമൻ ലൈഫിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ കണ്ടു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്തൊക്കെ പോളിസിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്, അതുപോലെ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റെപ്സ് ടേക്കൺ ബൈ ഗവൺമെൻറ്. ദ ഇൻ്റർനാഷണൽ ക്യാമ്പയിൻ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഈസ് കോളിംഗ് ഫോർ സ്വിഫ്റ്റ് ആക്ഷൻ ടു സിഗ്നിഫിക്കൻ്റ്ലി റെഡ്യൂസ് കൺസ്യൂമർ പ്രൊഡക്ട്സ് മെയ്ഡ് ഓഫ് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ്. അതായത് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, പ്ലാസ്റ്റിക് മലിനീകരണത്തെക്കുറിച്ച് പ്രദേശവ്യാപകമായി അവബോധം സൃഷ്ടിക്കുന്നതിന് ഉള്ളൊരു സംരംഭമാണ് ഈ ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന് പറഞ്ഞ ക്യാമ്പയിൻ. ഈ ക്യാമ്പയിനിലൂടെ 100 ദിവസത്തേക്കൊരു ലളിതമായ ശീലം നിലനിർത്താനും അതിലൂടെ ജീവിതകാലം മുഴുവൻ ആ ശീലം നിലനിർത്തി കൊണ്ടുപോകാനും ആളുകളെ ചലഞ്ച് ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയാണ്. ഈ ക്യാമ്പയിൻ്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് പറയുന്നത് പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള പൊതു ഉപഭോക്തൃ ആവശ്യം വർദ്ധിപ്പിക്കുക, അതുപോലെ വെർജിൻ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുകയും മാലിന്യ നിക്ഷേപങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക് തിരിച്ചുവിടുന്നതിനുമുള്ള നയങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി ബഹുജന പിന്തുണ നേടുക, കൂടാതെ പ്ലാസ്റ്റിക്കിൻ്റെ പുനരുപയോഗവും പ്ലാസ്റ്റിക് വേർതിരിവും പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെയാണ് ഈ ക്യാമ്പയിൻ്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങൾ. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതൊരു ഇൻ്റർനാഷണൽ ക്യാമ്പയിനിങ് ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്ലാസ്റ്റിക്കിനെതിരെ നമ്മുടെ കേരള ഗവൺമെൻറ് എടുത്തിട്ടുള്ള ഒരു നടപടിയെ പറ്റിയാണ്. The Kerala government had announced a complete ban on single-use plastic products in January 2020. In January 2020, the Kerala government announced a complete ban on the sale, storage, manufacturing and transportation of single-use plastic products across the state. അതായത് 2020 ജനുവരിയിൽ സംസ്ഥാനത്തുടനീളം സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന, സംഭരണം, നിർമ്മാണം എന്നിവയൊക്കെ നിരോധിച്ചുകൊണ്ട് സർക്കാർ ഒരു ഉത്തരവ് പ്രഖ്യാപിച്ചു. ഈ നിയമം അനുസരിച്ച് മൊത്ത കച്ചവടക്കാർ, ചില്ലറ വ്യാപാരികൾ, അതുപോലെ പ്ലാസ്റ്റിക് ഉൽപ്പാദകർ എന്നിവർ പ്ലാസ്റ്റിക് കവറുകൾ, ബാഗുകൾ, കപ്പുകൾ തുടങ്ങിയവ കൈവശം വെക്കുന്നത് കണ്ടാൽ അതൊരു കുറ്റമായി കാണും. ആ കുറ്റത്തിന് 10,000 രൂപ പിഴയും. ഒരിക്കൽ പിടിക്കപ്പെട്ടാൽ 10,000 രൂപ, വീണ്ടും പിടിക്കപ്പെട്ടാൽ 25,000 രൂപ, പിന്നീടും ലംഘിച്ചാൽ 50,000 രൂപയും ഈടാക്കും. അങ്ങനെ ഇതിൻ്റെ ഭാഗമായി പോലീസുകാർ കടകളിലൊക്കെ ഒരുപാട് റെയ്ഡൊക്കെ നടത്തി. ഈ നിയമം നടപ്പിലാക്കി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ പ്ലാസ്റ്റിക് ബാഗുകൾ കടകളിൽ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമായി എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഇന്ത്യ ക്യാൻ ലേൺ ഫ്രം അതർ കൺട്രീസ് അറൗണ്ട് ദി വേൾഡ്. വാട്ട് ഇന്ത്യ ക്യാൻ ലേൺ ഫ്രം അതർ കൺട്രീസ് അറൗണ്ട് ദി വേൾഡ്. അതായത് ഈ പ്ലാസ്റ്റിക് നിരോധനത്തിന് എതിരെ മറ്റ് കൺട്രികൾ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾക്ക് ഇന്ത്യക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയാൻ പോകുന്നത്. അതായത് ഇന്ന് ലോകത്ത് പല രാജ്യങ്ങളും പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന വിപത്തിനെ നേരിടാൻ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. പ്ലാസ്റ്റിക് എന്ന വിപത്തിനെ മറികടക്കുന്നതിന് നമ്മുടെ നാട് എത്രമാത്രം മുന്നേറേണ്ടതുണ്ടെന്ന് ഈ രാജ്യങ്ങളുടെ പ്രവർത്തനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതിൽ ഫസ്റ്റ് പറയുന്നത് ബംഗ്ലാദേശിൻ്റെ കാര്യമാണ്. ബംഗ്ലാദേശ് വാസ് ദി ഫസ്റ്റ് കൺട്രി ഇൻ ദി വേൾഡ് ടു ഇൻട്രൊഡ്യൂസ് എ ബാൻ ഓൺ പ്ലാസ്റ്റിക് ബാഗ്സ് ഇൻ 2002. The decision was made in response to the need to protect their sewage systems and avoid future flooding disasters. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫ്രാൻസിൽ എന്താ ചെയ്തതെന്ന്. ഫ്രാൻസ് pioneer of plastic ban. In 2016, France banned the use of plastic bags
followed by the banning of plastic cups and plates. അതായത് ഫ്രാൻസിൻ്റെ പൈനിയർ ഓഫ് പ്ലാസ്റ്റിക് ബാൻ. രാജ്യത്തെ പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിന് നിയമത്തിൻ്റെയും ബോധവൽക്കരണത്തിൻ്റെയും മാർഗങ്ങളാണ് ഫ്രാൻസ് സ്വീകരിക്കുന്നത്. 2016 പ്ലാസ്റ്റിക് നിരോധന നിയമം ഫ്രാൻസ് പാസാക്കി. കപ്പുകൾ, പ്ലേറ്റുകൾ, മറ്റു ഉപകരണങ്ങൾ എന്നിവ 2020 പൂർണ്ണമായും നിരോധിക്കുകയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. 2025 പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗം പകുതിയായി കുറയ്ക്കാനും ഫ്രാൻസ് ലക്ഷ്യമിടുന്നു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന രാജ്യം എന്ന് വെച്ചാൽ റുവാണ്ട, പ്ലാസ്റ്റിക് ബാഗ് ഫ്രീ. Rwanda has been plastic bag free since 2008. The country completely banned plastic bags when other countries around the world started imposing taxes on plastic bags. അതായത് റുവാണ്ട എന്ന് പറയുന്നത് ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. അവിടെ 2008 മുതൽ പ്ലാസ്റ്റിക് ബാഗ് വിമുക്ത രാജ്യമാണ്. രാജ്യത്ത് പ്ലാസ്റ്റിക് സഞ്ചികൾക്ക് പൂർണ്ണ നിരോധനമാണുള്ളത്. ഈ റുവാണ്ട എന്ന് പറയുന്ന രാജ്യത്ത് പൂർണ്ണമായിട്ടും പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടാണുള്ളത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സ്വീഡൻ, ദ പ്ലാസ്റ്റിക് റീസൈക്ലർ. In Sweden, in May 2020, a tax was added to plastic bags in shops. In November this year, Sweden will introduce additional tax to plastics intended for one-time use, such as food containers and mugs. In 2024, there will also be a total ban on cups and containers that contain more than 10% plastics. സ്വീഡൻ, ദ പ്ലാസ്റ്റിക് റീസൈക്ലർ. അത് പറയുന്നത് വെച്ചാൽ പ്ലാസ്റ്റിക്, ബാക്കി എല്ലാ രാജ്യങ്ങളും പ്ലാസ്റ്റിക് നിരോധനമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിനു പകരം പ്ലാസ്റ്റിക് നിരോധനത്തിന് പകരം പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പുനരുപയോഗം എന്ന ഒരു ആശയമാണ് ഈ സ്വീഡൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിനായിട്ട് മെച്ചപ്പെട്ട മാർഗങ്ങളും അവർ രൂപപ്പെടുത്തുന്നുണ്ട്. അതുപോലെ പ്ലാസ്റ്റിക് പുനരുപയോഗം മികച്ച രീതിയിൽ നടപ്പാക്കുന്ന ലോകത്തെ ഒന്നാംകിട രാജ്യമാണ് സ്വീഡൻ എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് പ്ലാസ്റ്റിക് മറ്റു രാജ്യങ്ങളൊക്കെ അത് ബാൻ ചെയ്യുമ്പോൾ ഇവർ ആ പ്ലാസ്റ്റിക്കിൻ്റെ പുനരുപയോഗത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. റെക്കമെൻഡേഷൻസ് ഓഫ് ആൻറ്റി പ്ലാസ്റ്റിക് ക്യാമ്പയിനിങ്. അതായത് പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ നമുക്ക് എന്തൊക്കെ ചെയ്യാനാവും, ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗമൊക്കെ കുറക്കാനും പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അവോയ്ഡ് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് സച്ച് ആസ് ഡ്രിങ്കിങ് സ്ട്രോസ്. അതായത് നമുക്കറിയാം സിംഗിൾ യൂസ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ, ഇപ്പോൾ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഒരുപാട് സാധനങ്ങളുണ്ട്. സ്ട്രോ അതിനൊരു എക്സാമ്പിളാണ്. സ്ട്രോ, പ്ലേറ്റ്സ്, കപ്പ്. ഇപ്പം കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്ലേറ്റ്, കപ്പ് ഒക്കെ പ്ലാസ്റ്റിക്കിനത് കാണാൻ പറ്റും. അതൊക്കെ ഇപ്പം വൺ ടൈം യൂസേ പറ്റുള്ളൂ, അത് കഴിഞ്ഞാൽ അത് വേസ്റ്റായിട്ട് മാറുവാണ്. അപ്പോൾ ഇത്തരത്തിൽ വൺ ടൈം യൂസുള്ള പ്ലാസ്റ്റിക് എല്ലാം അതിൻ്റെ ഉപയോഗം നമ്മൾ പരമാവധി കുറക്കുക, അതിൻ്റെ ഉപയോഗം പരമാവധി കുറക്കാൻ നോക്കുക. അതാണ് അവോയ്ഡ് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് സച്ച് ആസ് ഡ്രിങ്കിങ് സ്ട്രോസ്, പ്ലേറ്റ്സ്, കപ്സ്, ഗ്ലാസസ് എക്സെട്ര. ഇഫ് യു ഗോ ഷോപ്പിംഗ്, റിമെമ്പർ ടു ടേക്ക് എ ക്ലോത്ത് ബാഗ്. നമുക്കറിയാം ഇപ്പോൾ ഏത് ഷോപ്പിൽ പോയാലും നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ സഞ്ചിയിലാണ് സാധനങ്ങൾ തരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കണം. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഷോപ്പിൽ പോകുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒരു ക്ലോത്ത് സഞ്ചി കൊണ്ടുപോകാം. അതുപോലെ പ്ലാസ്റ്റിക് അല്ലാത്ത പ്ലാസ്റ്റിക് ഇതര വസ്തുക്കൾ ഉപയോഗിച്ച് അതിൽ സാധനങ്ങൾ തരാൻ വേണ്ടിയിട്ട് കച്ചവടക്കാരെ നമ്മൾ പ്രേരിപ്പിക്കുക. ഇഫ് യു ഗോ ഷോപ്പിംഗ്, റിമെമ്പർ ടു ടേക്ക് എ ക്ലോത്ത് ബാഗ്. Buy more bulk food and fewer packaged products. Replace plastic Tupperware for glass or steel containers. Make those around you aware of the importance of reducing the consumption of plastic. അതായത് സമൂഹത്തിൽ ബാക്കിയുള്ളവർ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കൺസെപ്ഷൻ കുറക്കേണ്ടതിനെ പറ്റിയിട്ടുള്ള ആവശ്യകത, അതിനെപ്പറ്റി
ബോധവാന്മാരാക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമ്മൾ എന്തിനാണ് കുറക്കുന്നത്, അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ മറ്റുള്ള ആൾക്കാരെ ബോധവാന്മാരാക്കുക. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ പേ അറ്റൻഷൻ ആൻഡ് പുട്ട് യുവർ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദി കറക്റ്റ് റീസൈക്ലിംഗ് കണ്ടെയ്നർ. നമ്മളിപ്പോൾ ഒരുപാട് പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിച്ചെറിയുന്നുണ്ട്. ആ പ്ലാസ്റ്റിക് വസ്തുക്കളൊക്കെ ശേഖരിച്ച് അത് സംസ്കരിക്കാൻ ശ്രമിക്കുക. അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകളൊക്കെ ശേഖരിച്ച് അത് സംസ്കരിക്കാൻ ശ്രമിക്കുക. ചൂസ് ടു റീയൂസ് ആൻഡ് ഗിവ് സം ഓഫ് ദി പാക്കേജിങ് എ ന്യൂ പർപ്പസ്. 5R for plastics. നമ്മൾ പറയാൻ പോകുന്നത് 5R for plastics ആണ്. അതായത് 5R ഏതൊക്കെയാണെന്ന് വെച്ചാൽ റെഫ്യൂസ്, റെഡ്യൂസ്, റീയൂസ്, റീപർപ്പസ് ആൻഡ് റീസൈക്കിൾ. ഈ 5 5R for plastics എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിമ്പിൾ ആൻഡ് ഈസി വേ ടു റിമെമ്പർ ടു റെഡ്യൂസ് ദി എമൗണ്ട് ഓഫ് പ്ലാസ്റ്റിക്. അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിനും വേസ്റ്റുകളൊക്കെ കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ട് ഉള്ളൊരു സിമ്പിൾ ആൻഡ് ഈസി വേ ടു റിമെമ്പർ ടു റെഡ്യൂസ് ദി എമൗണ്ട് ഓഫ് പ്ലാസ്റ്റിക്. ഈ 5R for പ്ലാസ്റ്റിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് റെഫ്യൂസ്. റെഫ്യൂസ് എന്ന് വെച്ചാൽ നിരസിക്കുക. അതായത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. പ്ലാസ്റ്റിക് വേസ്റ്റ് കുറയ്ക്കാനുള്ളൊരു ഇഫക്റ്റീവ് വേ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ റെഫ്യൂസിനെ പറയാം. നോൺ റീസൈക്കിളബിൾ ആയിട്ടുള്ള ഒരുപാട് പ്ലാസ്റ്റിക് സാധനങ്ങളുണ്ട്. അതിനൊക്കെ നമ്മൾ റെഫ്യൂസ് ചെയ്യുക. അതാണ് ഈ റെഫ്യൂസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് റെഡ്യൂസ്. റെഡ്യൂസ് എന്ന് വെച്ചാൽ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ് ഒക്കെ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു സ്ട്രോ, കപ്പ്, ഗ്ലാസ് അതുപോലത്തെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യുക. അതിൻ്റെ യൂസേജ് റെഡ്യൂസ് ചെയ്യുക. നമുക്കറിയാം പ്ലാസ്റ്റിക് നമ്മുടെ എൻവയോൺമെൻറ്റിന് വളരെ ഹാംഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതുപോലുള്ള സിംഗിൾ യൂസേജ് പ്ലാസ്റ്റിക്സിൻ്റെ ഉപയോഗമൊക്കെ കുറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടുത്തതാണ് റീയൂസ്. റീയൂസ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ് ഒന്നും നമ്മൾ ഒറ്റ യൂസിലേ ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ അത് നമ്മൾ വലിച്ചെറിയുന്നു. അതായത് ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ് ഒക്കെ ഒരു ത്രോ എവേ കൾച്ചറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ത്രോ എവേ കൾച്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതൊരു ഹാംഫുൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മളെ എൻവയോൺമെൻറ്റിന്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ് എല്ലാം റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ച് റീപ്ലേസ് ചെയ്യുക. നെക്സ്റ്റ് ഒന്ന് റീപർപ്പസ്. അതായത് വേറൊരു പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അതായത് ഈ റെഫ്യൂസ് ചെയ്യാനോ റെഡ്യൂസ് ചെയ്യാനോ റീയൂസ് ചെയ്യാനോ പറ്റാത്ത സാധനങ്ങളൊക്കെ നമുക്ക് റീപർപ്പസ് വേറൊരു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിൽ ഡെക്കറേഷൻ വർക്ക്സിനൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുക. പിന്നെ അതുപോലെ LED ലൈറ്റ്സ് വെച്ച് ലൈറ്റായിട്ടൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഈ റീപർപ്പസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് സ്റ്റെപ്പ് റീസൈക്കിൾ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് പാഴ്വസ്തുക്കളെ പുതിയ വസ്തുക്കളാക്കി മാറ്റുന്ന ആ പ്രക്രിയയാണ് നമ്മൾ റീസൈക്ലിംഗ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദി മോസ്റ്റ് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്. എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡാണ് ഈ റീസൈക്കിൾ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ 5 5R for പ്ലാസ്റ്റിക്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പ്ലാസ്റ്റിക്കിന് ഒട്ടേറെ പ്രാധാന്യമുണ്ട്, ഒരുപാട് ഉപയോഗമുണ്ട്. അതിനെക്കൊണ്ട് ഒരുപാട് ഉപയോഗമുണ്ട്. ഒരുപക്ഷെ പ്ലാസ്റ്റിക് ഇല്ലാണ്ട് നമുക്കൊരു ജീവിതം കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. പക്ഷെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന് ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്ട്സും ഉണ്ട്. അത് നമ്മുടെ മനുഷ്യ ജീവിതത്തിലായാലും പ്രകൃതിക്കായാലും എൻവയോൺമെൻറ്റിനായാലും ഒരുപാട് ഹാംഫുൾ ഇഫക്റ്റ് തരുന്ന ഒരു സാധനമാണ് പ്ലാസ്റ്റിക്. ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് എന്ന് വെച്ചാൽ എക്കാലത്തും നമുക്കൊരു ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗമൊക്കെ പരമാവധി നമ്മൾ കുറക്കാൻ നോക്കണം. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ റീസൈക്കിൾ, റീയൂസ് അവയൊക്കെ ചെയ്ത് നമുക്ക് ഒരു പരിധിവരെ ഇതിനൊക്കെ നേരിടാവുന്നതാണ്. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി കുറച്ച് കൊണ്ടുവരാൻ നോക്കുക. ഇറ്റ്സ് അവർ ഡ്യൂട്ടി ടു പ്രൊട്ടക്റ്റ് അവർ എൻവയോൺമെൻറ്റ് ആൻഡ് ഹ്യൂമൻ ഹെൽത്ത്. നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്, കടമയാണ് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക, നമ്മളെ ഹെൽത്ത് സംരക്ഷിക്കുക എന്നുള്ളവർക്ക് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്. സോ ഇറ്റ്സ് അവർ ഡ്യൂട്ടി ടു പ്രൊട്ടക്റ്റ് അവർ എൻവയോൺമെൻറ്റ് ആൻഡ് ഹ്യൂമൻ ഹെൽത്ത്.
So I take this opportunity to thank our beloved principal Raji Paul ma'am and my teacher and all the students and teachers of Higher Secondary School Koothatukulam for your time and patience. I hope this webinar is useful to you all. Once again, thank you.